വെൽക്കം ടു യാസ് സൊല്യൂഷൻ. ഹായ് ഫ്രണ്ട്സ്, ഈ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓട്ടോകാഡ് 3Dയിൽ സോളിഡ് വർക്കുകളിൽ തന്നെ നമുക്ക് എക്സ്ട്രൂഡ് വേറെ കുറച്ച് ഓപ്ഷൻസുമായിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. റിവല്യൂഷൻ എന്നുള്ളൊരു 360 സർക്കുലേഷൻ ബേസിസിൽ വരുന്ന എക്സ്ട്രൂഷൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു എക്സാമ്പിൾ ഞാൻ തന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡയമീറ്റേഴ്സിലാണ് എല്ലാം ഇരിക്കുന്നത്. നമുക്ക് റിവല്യൂഷൻ ചെയ്യുമ്പോഴത്തേക്കും ഹാഫ് ഓഫ് ദ ജിയോമെട്രിക് ഡ്രോയിങ് നമുക്ക് വരച്ചെടുത്താൽ മതി. പിന്നെ അതിൻ്റെ സെൻറ്റർ ആക്സിസ് കറക്റ്റായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാക്ട്ലി നമ്മൾ ഉദ്ദേശിക്കുന്ന അതേപോലെ തന്നെ നമുക്ക് കിട്ടും. അതിൻ്റെ സ്റ്റെപ്സ് ഞാനൊരു 10 സ്റ്റെപ്പ് ഡിസ്ക്രിപ്ഷനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഫാസ്റ്റായിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ അതിനെ ഒന്ന് റെഫറൻസ് ചെയ്തിട്ട് വരച്ച് നോക്കിയെങ്കിൽ മതി. നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് എല്ലിൻ്റെ കൊടുത്തിട്ട് ഈ ടോട്ടൽ ഹൈറ്റിനെ നമുക്കൊരു ലൈനാക്കി വരയ്ക്കാം. ടോട്ടൽ ഹൈറ്റ് ഇവിടെ തന്നിട്ടുണ്ട് 180. ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഞാനിവിടെ വരയ്ക്കുകയാണ് 180. ഓക്കെ, വരച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഇതിൻ്റെ പകുതിയായിട്ട് വേണം നമ്മൾ ഓരോരോ പാർട്ടും വരച്ച് പോവുക. അപ്പോൾ ഇതിനകത്ത് ബോട്ടം ലൈനിൽ നിന്ന് ഞാൻ തുടങ്ങാം. അപ്പോൾ എല്ലിൻ്റെ കൊടുത്തു. ഇവിടെ നിന്നിട്ട് ഇങ്ങോട്ട് 5 ആണ് ഡയമീറ്റർ തന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി നമുക്ക് വരച്ചാൽ മതി, 2.5. പിന്നെ മേലോട്ടുള്ള ഹൈറ്റ് അവിടെ തന്നേക്കുന്ന പോലെ തന്നെ 20. പിന്നെ അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും 10. അപ്പോൾ ടോട്ടൽ സർക്കംഫറൻസ് ആണ് 10. അതിലെ നേരത്തെ 5 ഡയമീറ്റർ ഉള്ള ഒരു സർക്കിൾ നമ്മൾ വരച്ചു കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുക, 10 - 5. അപ്പോൾ കിട്ടുന്നത് 5 ആയിരിക്കും. 5 ആണ് ഡയമീറ്റർ. അപ്പോൾ നമ്മൾ അതിനെ റേഡിയസ് ആയിട്ട് ചെയ്യുമ്പോൾ 5/2 2.5. അപ്പോൾ ഇതിനകത്തും 2.5 തന്നെയായിരിക്കും. പിന്നെ മേലോട്ട് 20. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 20 - 10. അപ്പോൾ 10/2 5. അപ്പോൾ 5 ആണ് പ്രൊജക്ഷൻ. മേലോട്ട് 20 കൊടുക്കുക. അതുപോലെ തന്നെ 30 - 20 10 10/2 5. ഇതിനകത്ത് മേലോട്ട് 20. അപ്പോൾ ഇതിനകത്ത് 40 - 30 10 10/2 5. 5 എടുക്കുക, എന്നിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 50 - 40 10/2 5. മേലോട്ട് 20 കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഔട്ടർ സർക്കിളിന് പറയുന്നത് എത്രയായിരുന്നു, 80. ആക്ച്വലി ഇവിടെ വരുമ്പോഴത്തേക്കും 80 ആണ് വേണ്ടത്. അപ്പോൾ 80 - 50 30 എന്നാകുമ്പോഴത്തേക്കും 30/2 50. നമുക്ക് പ്രൊജക്ഷൻ 50 ആണ് വേണ്ടത്. മേലോട്ട് 20. ഇപ്പം നമുക്ക് അകത്തും അത്ര തന്നെ വേണം. അപ്പോൾ 15 തന്നെ കൊടുക്കുക. അത് ഇൻസൈഡാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു കോർണർ ഉണ്ടല്ലോ, ഇവിടെ വന്നിട്ട് ക്ലോസ് ചെയ്ത് പോവില്ലേ, അതിന് വേണ്ടി 15 കൊടുക്കുക. അത് കഴിഞ്ഞ് മേലോട്ടാകുമ്പോഴത്തേക്കും നമുക്ക് 40 ആണ് അതിൻ്റെ ഹൈറ്റ്. ഓക്കെ, ആ 40 കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ വന്ന് മീറ്റ് ആവണം, എന്നെങ്കിലേ അത് ടാലി ആയതായിട്ട് മീനിങ് ഉള്ളൂ. ഇപ്പോൾ ഇത് ഇവിടെ നിന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ കൊണ്ട് ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല. വൈ? ബിക്കോസ് ഇവിടെ ഒരു ഹോളുണ്ട്. നമ്മൾ ആ ഒരു ഹോൾ തന്നെ വെക്കണം. പക്ഷേ സൈഡിലേ നമുക്കായിട്ടൊരു തിക്നെസ് തന്നിട്ടുണ്ട്. ആ സൈഡിലേ ഇരിക്കുന്ന സർക്കിളിന് ഒരു തിക്നെസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഔട്ടർ സർക്കിൾ ആൻഡ് അകത്തോട്ട് ഒരു ഇന്നർ സർക്കിളും കൂടെ വരയ്ക്കണം. ഇവിടെ ഡോട്ടഡ് ലൈൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ മീനിങ് ഇവിടെ ഒരു ഹോളുള്ളതായിട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഔട്ടർ സർക്കിൾ 50 ആണ്, ഇന്നർ സർക്കിൾ 40 ആണ്. അപ്പോൾ 50 - 40 10 10/2 5. അപ്പോൾ ഇതിനകത്ത് 5 കൊടുക്കുക. താഴോട്ട് 40 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ 40 കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഒരു ക്ലോസ്ഡ് ലൂപ്പായിരിക്കണം, ഒറ്റ ലൈനായിരിക്കണം, എന്നെങ്കിൽ മാത്രമേ നമുക്ക് റിവല്യൂഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് നമ്മൾ ഇതിലേ ചെന്നിട്ട് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം എനിക്ക് ഇങ്ങനെയുള്ളൊരു ഫിഗറായിരിക്കും കിട്ടുന്നത്. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ്ട്രാ ഇരിക്കുന്ന ഈ ഒരു ലൈനെ ഞാൻ കളയണം. അപ്പോൾ ടവലിൻ്റെ കൊടുത്തിട്ട് ഞാനിതിനെ ട്രിം ചെയ്ത് കളയുക. എനിക്ക് ഇങ്ങനത്തെ ഒരു ഫിഗർ ഓരോ ലൈനുമായിട്ടാണ് കിടക്കുന്നത്. ഇതിനെ പോളി ലൈൻ ആക്കണമെന്നുണ്ടെങ്കിൽ J എൻ്റർ ഞാൻ മൊത്തത്തിൽ സെലക്ട് ചെയ്തു. എന്നിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഇത് ഒറ്റ ഒരു ലൈനായിട്ട് മാറിത്തരും. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് റിവോൾവ് ചെയ്യാം. അതിന് ഇതിപ്പോൾ ടോപ്പ് വ്യൂവിലാണ് കിടക്കുന്നത്. ഞാൻ അതിനെ ഒരു ഐസോമെട്രിക് വ്യൂവിലോട്ട് ചേഞ്ച് ചെയ്യാണ്. ചേഞ്ച് ചെയ്തതിന് ശേഷം എനിക്ക് ഇതിനെ റിവോൾവ് ചെയ്യാൻ പറ്റും. അതിനെ ഒന്നെങ്കിൽ ഇവിടെ നിന്ന് റിവോൾവിനുള്ളത് എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ REV എൻ്റർ കൊടുക്കുമ്പോഴത്തേക്കും ഏത് ഒബ്ജക്റ്റാണ് വേണ്ടത് നമ്മൾ വരച്ചിട്ടുള്ള ജിയോമെട്രിക്കലെ സെലക്ട് ചെയ്യുക, എൻ്റർ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ചോദിക്കുന്നത് ആക്സിസ് സ്റ്റോപ്പ് പോയിൻറ്റ്. ഇവിടെ സെൻറ്ററിലെ കൂടെ നമ്മൾ വരച്ചിരിക്കുമല്ലായിരുന്നു, ആ ഒരു ലൈൻ തന്നെയാണ് ഇവിടെ ആക്സിസ്. ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫുൾ റൊട്ടേഷനിൽ വേണം എങ്ങനെയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് നമുക്ക് 360 തന്നെ കൊടുക്കുമ്പോഴത്തേക്ക് എനിക്ക് മൊത്തത്തിൽ
അതായി കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് എനിക്ക് ഞാൻ റിയലിസ്റ്റിക് വെക്കുക. അപ്പോഴത്തേക്കും എനിക്ക് ആ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു 3D സോളിഡ് തന്നെ കിട്ടി. ഇനി നമുക്ക് ഹോൾ ഉണ്ടാവുള്ളത് ചെക്ക് ചെയ്യാം. അതിപ്പോൾ ഹോളുമായിട്ടിരിക്കണം. കണ്ടു, ആ ഒരു ഏരിയയിൽ മാത്രം നമുക്കങ്ങനെ കിട്ടും. ഓക്കെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.